ഹായ് ഹലോ നമസ്കാരം, അവിനാഷാണ്. ലൈഫ് ലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ടെന്ന് ഒരുപാട് ആലോചിച്ചു. കാരണം ഏകദേശം ഒരു 2-3 ആഴ്ചയായിട്ട് എൻ്റെ കയ്യിൽ ഒരു വിഷയമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തുറന്നത് കാണാൻ പറ്റും. 1, 2, 3 വീഡിയോസ് ഉണ്ട്. ഈ 3 വീഡിയോസ് ചേർത്താണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും നല്ല പറഞ്ഞു, ചില ഒരു വിഭാഗം സ്ത്രീകൾ, ഞാൻ അങ്ങനെ തന്നെ പറയണം, ചില സ്ത്രീകൾ പുരുഷന്മാരെ അവഹേളിച്ചുകൊണ്ട്, നമുക്കറിയാം നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് എന്താണെന്ന് നമുക്കറിയാം, അവർക്കും ഒരു പരിധി വരെ അറിയാം. നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റിനൊരു കാരണം അമ്മ എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഭാസം നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ മൂല്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിത്വം, ആ ഒരു സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ പൊതുവായിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അത് കൊടുക്കാത്ത ആണുങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും, ഞാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നു എന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് കണ്ട ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു അമ്മായിയുടെ ഡയലോഗ് കേൾക്കാവേ. എന്താ എനിക്ക് ഞാൻ എപ്പോഴും പറയും, എനിക്ക് ആൺകുട്ടികളോട് തീരെ ഇഷ്ടമില്ല. കാരണം പുരുഷനായി പിറന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ബൈ ഡിഫോൾട്ട് പ്രിവിലേജുമായി ജനിക്കുന്ന തെണ്ടികളാണ്. ഞാൻ എന്റെ മോനോട് പറയും, ഈ വീട്ടിൽ നോ പ്രിവിലേജ്, നീ ആൺകുട്ടിയായി ജനിച്ചത് എന്റെ കഷ്ടകാലാണ്. ഈ തള്ള പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. തള്ള എന്ന് പറഞ്ഞാൽ അമ്മ എന്നൊരു അർത്ഥമുണ്ടല്ലേ? വേണ്ട, അത് ചില ജീവജാലങ്ങളെ പോലും നമ്മൾ പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ തള്ള അല്ലെങ്കിൽ പട്ടിക്കുഞ്ഞിൻ്റെ തള്ള, അത് അവറ്റകൾക്ക് പോലും ഒരു അപമാനമായിപ്പോകും. ഞാൻ ആ വാക്ക് അത് പറഞ്ഞതിൽ ക്ഷമ ചോദിക്കാൻ മായ്ച്ചു കളഞ്ഞേക്ക്. ഈ ഒരു വൃത്തികെട്ട ജന്തു പറഞ്ഞത് ആണുങ്ങളെ അവർക്ക് അത്രയും അറപ്പും വെറുപ്പൊക്കെയാണ്. ആണായി ജനിച്ചു എന്നുള്ളൊരു ബൈ ഡിഫോൾട്ട്, കേട്ടോ, ബൈ ഡിഫോൾട്ട് അണ്ടർലൈൻ ചെയ്യണം. അവർ പറഞ്ഞ വാചകം ബൈ ഡിഫോൾട്ട് ആണായതുകൊണ്ട് അത് പ്രിവിലേജ് ആയിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാണ് ആണുങ്ങൾ. അവളുടെ മകനോട് വരെ പറയാറുണ്ട് അത്ര, അത് നീ ആണായി ജനിച്ചതിൻ്റെ ഒരു ദുഃഖം പങ്കുവെക്കാൻ. ഇതിലൊരു കമൻറ്റ്, അതായത് ഇത്തരത്തിലുള്ള വീഡിയോസിനിടയിൽ ഒരുപാട് സഹോദരിമാരുടെ കമൻ്റ് ഉണ്ട്, ചേട്ടന്മാരുടെ കമൻ്റ് ഉണ്ട്. അപ്പോൾ ചില കമൻറ്റുകൾ ഇതിൽ കുറച്ചുവേണമെങ്കിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്യാം. സെൽഫായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇവളെ ഈ ഭൂമിയിൽ ഇങ്ങനെ ചെലക്കാൻ വേണ്ടി പ്രാപ്തയാക്കിയ ഒരു വ്യക്തിത്വം, ബൈ ഡിഫോൾട്ട് ഭൂമിയിൽ വന്ന് ജനിച്ച അവൾ പറഞ്ഞ വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരുവൻ, അവളുടെ തന്ത അയാളൊന്ന് ഒരു 10 രൂപ മുടക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കഷ്ണം തുണി ഉപയോഗിച്ച് തുടച്ച് കളഞ്ഞിരുന്നെങ്കിൽ, നമുക്കിന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു വിഷയം ആയിട്ട് വന്ന് നിൽക്കില്ലായിരുന്നു അവൾ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവളുടെ മകനെന്ന് പറഞ്ഞില്ലേ, അതൊരാൺകുട്ടിയാണ്. അവന് ജന്മം നൽകിയ ഒരുത്തൻ, അവളെ ഭർത്താവോ അല്ലെങ്കിൽ അവൾ ഭർത്താവ് ഇല്ലെങ്കിൽ അവളുടെ കൂടെ കിടന്ന ഒരുത്തൻ, പച്ചയ്ക്ക് പറയട്ടെ. ഞാൻ പറയാതെ വീണ്ടും ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, അമ്മമാർക്ക് സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം തുടർന്ന് 2-3 വീഡിയോസ് വേറെ ഉണ്ട് ചില അവളുമാരുടെ വർത്തമാനങ്ങൾ. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം നമുക്കൊക്കെ ഒരു ഈ പ്രിവിലേജ് എന്നല്ല പറയുന്നത്, നമുക്കൊരു മനസ്സാക്ഷിയില്ലേ. നമ്മൾ ആണുങ്ങളെ മൊത്തത്തിൽ അങ്ങ് അവളിച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ പറഞ്ഞ വ്യക്തി, ആ പുരുഷൻ, അവളെ ജീവിതത്തിൽ വന്ന പുരുഷൻ, അവൾക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല, പക്ഷെ അവൾ ആ ഒരാണിന് കിടന്നു കൊടുക്കും, എന്നിട്ടൊരാണിന് ജന്മം നൽകി. അപ്പം എന്താണ് ഇവിടെ പറയേണ്ടത്? എന്താണ് ഇവിടെ പറയേണ്ട വാചകങ്ങൾ? ഇതൊന്നും ഞാൻ ചോദിച്ച്, ഈ പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ചല്ല, ഒരുപാട് സഹോദരിമാരുടെ കമൻറ്റാണ്. കമൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാനുള്ള അവരുടെ ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ, അച്ഛനെയും സഹോദരനെയും മകനെയും ഭർത്താവിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തെ സമൂഹത്തിലൊക്കെ ഉണ്ട്. അവരുടെ ഉള്ളിലുള്ള ഒരു പ്രഷറാണ് അവർ കമൻറ്റ് ബോക്സിലൂടെ അറിയുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ബൈ ഈ ഒരു സാധനം ഒന്നാമത്തെ. ഇനിയൊരു അവൾ പറഞ്ഞതിന് ചെറിയൊരു സാമ്പിൾ ഞാൻ കാണിക്കാം. ഈ പ്രിവിലേജ് കൊണ്ട്
ജീവിക്കുന്ന ആണുങ്ങളുടെ ഒരു ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതൊരു ചെറിയ പാർട്ടാണ്, ഞാൻ കണ്ട വീഡിയോയിൽ കണ്ടിന്യൂ ആയിട്ട് വന്നിട്ടുള്ളൊരു പാർട്ട്, ചെറിയൊരു ഭാഗമാണ്. ഇതൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഒരാണിൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ പറഞ്ഞ അവൾക്ക് കണ്ണെഴുതി പൊട്ടും കുത്തി സാരിയും ചുറ്റി വന്ന് ചുണ്ടത്തെ ലിപ്സ്റ്റിക് കൂട്ടിരുന്ന് ക്യാമറയുടെ മുമ്പിൽ കുരയ്ക്കുന്ന കൊരയുണ്ടല്ലോ, ആ കൊരയല്ല. മനസ്സിലായില്ലേ? അതല്ല ഒരാണിൻ്റെ ജീവിതം. അവൾ പറഞ്ഞ പ്രിവിലേജസ് ആയിട്ടുള്ള ആണിൻ്റെ ജീവിതം. ആണ് പ്രിവിലേജ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവകാശം അവനുള്ളത് കൊണ്ടാണ്. ഈ അടക്കമുള്ള ജീവൻ ഭൂമിയിൽ കാലുകുത്താൻ അവസരം കൊടുത്തത് ആണായതുകൊണ്ട്, ആണുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ അവകാശം ചോദ്യം ചെയ്യാൻ നീയൊന്നും വരണ്ട ആവശ്യമില്ല. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും, അമ്മമാരെയും സ്ത്രീകളെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യും. തിരിച്ച് ആ റെസ്പെക്റ്റ് ഒന്നും ചോദിക്കുന്നില്ല, അതൊന്നും വേണ്ട. ഒരാണിനും ഒരു റെസ്പെക്റ്റും വേണ്ട നിങ്ങളുടെ മുമ്പാകെ. പക്ഷെ അവഹേളിച്ച് സംസാരിക്കും. ഒരു സ്ത്രീ ഒരു ആണിനെ അവഹേളിച്ച് സംസാരിക്കരുത്. തന്തയില്ലായ്മ കാണിക്കുന്നവന്മാരുണ്ട്, അവളുമാരുണ്ട്. അതൊരു ന്യൂനപക്ഷം അല്ലെങ്കിൽ ചെറിയൊരു വിഭാഗം ആളുകളാണ് എന്ന് കരുതി മൊത്തം സമൂഹത്തിനെ അടച്ചങ്ങ് ആക്ഷേപിക്കരുത്. അത് ഞാനിപ്പോൾ എടുത്തു പറയാനൊരു കാരണം കൂടി. അതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് വീഡിയോ. ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു പടം ചെയ്തു. അവിടെ ആർട്ടിസ്റ്റുകൾ, രണ്ട് മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ, അവർക്ക് ക്യാരവാൻ ഉണ്ട്. എനിക്കൊരു റൂം തന്നു. ബാത്റൂം മെയിൽ ആക്ടർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തികളല്ലേ അതുപോലെ അത് ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൊക്കേഷനിൽ പോലും അവന്റെ അടുത്ത് എന്താ പറയാ, ഇവർക്ക് നല്ല ക്യാരവൻ കൊടുക്കണം. അങ്ങനെയുണ്ടോ അവിടെ? നമ്മൾ ക്യാരവൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ താനെ ആ മാത്രം പറഞ്ഞു ഞാൻ പെട്ടില്ലേ? അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകൾ ഞാൻ അപ്പൊ ആ വ്യക്തികൾ രണ്ട് വ്യക്തികളുടെ പേര് പോവാ. ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ടോ? എല്ലാ വ്യക്തികളുടെ കാര്യം പേര് പറയാം. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു. മെയിൽ എന്ന് പറഞ്ഞ മെയിലിലാണല്ലേ? അപ്പൊ ആ വ്യക്തികളുടെ പേര് പറയാം. ഷൈൻ അങ്ങനെ ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ ആള് കുറച്ച് വയലന്റ് ആണെങ്കിലും ആള് പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്, ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റേ അവൾ അവിടെ കിടന്നിട്ട് ചാടിത്തുള്ളി പറയാൻ തുടങ്ങിയൊരു കാര്യം കാരവാനെ കുറിച്ചിട്ടാണ്. കാരവാൻ കൊടുത്തില്ല എന്ന് വെച്ചാൽ മെയിൽ ആർട്ടിസ്റ്റുകളായിട്ടുള്ള 2 പേരുണ്ട്. അവിടെ ഒരു ഫെമിനിസത്തിൻ്റെ ഒരു ചായ്വ് ആ ഒരു സംസാരത്തിൽ തുടങ്ങിയപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ആരോ 2 വ്യക്തികൾ, ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഏതോ 2 വ്യക്തികൾ, അത് നേരത്തെ പറഞ്ഞ അവൾ പറഞ്ഞ പോലെ ബൈ ഡിഫോൾട്ട് വേണമെന്ന് പറയാം. ബൈ ഡിഫോൾട്ട് അവർ മെയിൽ ആയി എന്ന് പറഞ്ഞത്. അതുപോലെ ആ 2 വ്യക്തികൾ ആണുങ്ങളായതുകൊണ്ട് മൊത്തത്തിൽ ആൺ സമൂഹത്തിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള സംസാരം വന്നപ്പോൾ പുള്ളി അത് റിയാക്ട് ചെയ്തു. അതിലൊരു തെറ്റുമില്ല, പുള്ളിയുടെ റിയാക്ഷനിൽ ഒരു തെറ്റില്ല. പറഞ്ഞോട്ടെ ആ വ്യക്തികൾ ആരാണെന്ന് അന്തസ്സായിട്ട് ആ വ്യക്തികളുടെ പേരെടുത്ത് വെച്ച് പറഞ്ഞോട്ടെ. അവളത് പറഞ്ഞില്ലല്ലോ. പക്ഷെ അയാളത് ചോദ്യം ചെയ്തു. പുള്ളിക്കാരി അവിടെ എണീറ്റ് പോയി കേട്ടോ, തുറന്നു. അത് രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതേപോലുള്ള ചില അവളുമാർ ആണുങ്ങളെ തരം താഴ്ത്താനും അവഹേളിക്കാനും കിട്ടുന്ന അവസരങ്ങൾ പരമാവധി യൂസ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇനി അവസാനത്തെ ഒരു വീഡിയോ കൂടെ ഉണ്ട്, അത് കാണേണ്ട വീഡിയോ. എൻ്റെ അമ്മ அலோவ் பண்றேன். உங்களுக்கு எல்லா வீடுமே நான் கொடுக்குறேன். நீங்க எப்படி வேணாலும் இருக்க, ஜாலியா இருங்க. வாங்க, நீங்க வந்து கஷ்டப்பட வேணாம். காலங்காலமா வந்து ஆம்பளைங்க தான் எல்லாத்தையும் சுமக்கணுங்கிற அந்த இதெல்லாம் போட்டு உடைச்சிடலாம். நீங்க கட்டின துணியோட வாங்க, நான் பாத்துக்கிறேன்னு சொல்றேன். ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 90s കിഡ്സ് അല്ലെങ്കിൽ നമ്മളടക്കമുള്ള, ഞാൻ അടങ്ങുന്ന ഒരു 1900കളിൽ ഇങ്ങോട്ട് ജനിച്ചവരുടെ ഒരു ഇപ്പോൾ, അതായത് യുവാക്കളായിട്ടുള്ള കല്യാണമൊക്കെ നോക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യം ഏത്, കെട്ടിയ തുണിയോടെ വന്നോ, നിങ്ങൾ കഷ്ടപ്പെട്ട് കുടുംബം നോക്കൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം, പൊന്നുപോലെ നോക്കിക്കോളാം, എല്ലാ ഫ്രീഡവും തരാമെന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മനസ്സുണ്ട് കാണാതെ പോയത്. പക്ഷെ മനസ്സ് മാത്രമല്ല കാണാൻ ഉള്ളത്. കിട്ടുന്ന
ഇപ്പോൾ നമ്മളിൽ ആരെങ്കിലും ഒരാൾ അവളെ കെട്ടാൻ തയ്യാറായാൽ അവന് കാണാനുള്ളത് പോലും നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ഈ ചേച്ചിയുടെ ഒരു எல்லா ஃப்ரீடமும் நான் கொடுக்குறேன். நீங்க எப்படி வேணாலும் இருக்க, ஜாலியா இருங்க, வாங்க. நீங்க வந்து கஷ்டப்பட வேணாம். காலங்காலமா வந்து ஆம்பளைங்க தான் எல்லாத்தையும் சுமக்கணுங்கிற அந்த இதெல்லாம் போட்டு உடைச்சிடலாம். நீங்க கட்டின துணியோட வாங்க, நான் பாத்துக்கிறேன்னு சொல்றேன். തുണി കൊടുക്കുന്ന കാര്യം അവിടെ പറഞ്ഞില്ല നേരത്തെ. കെട്ടിയ തുണിയോട് കൂടി വന്നാൽ മതി, ഉടുത്ത തുണിയോട് കൂടി വന്നാൽ മതി. ആ തുണിയുടെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി തുണിയുടെ കാര്യത്തിൽ കുറച്ച് കണിശക്കാരിയാണെന്നുള്ളത്. എന്തായാലും കെട്ടുന്നവന് കെട്ടാം, ഭയങ്കര ഫ്രീഡം ഒക്കെ കിട്ടും. കാരണം ആ ഫ്രീഡം ചേച്ചിക്കും വേണം. അതുകൊണ്ട് ചേച്ചി നിങ്ങൾക്ക് ഫ്രീഡം തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ അണ്ടർവെയറോ ഷഡ്ഡിയോ ഒക്കെ ഇട്ടിട്ട് കുളി നടത്തി വൈറലാവാം. ചേച്ചിയും അതുപോലെയൊക്കെ ചെയ്യും. പിന്നെ ഒരു ലാഭമുണ്ട് കേട്ടോ നിങ്ങൾക്ക്. വിഷു, ഓണം, പിന്നെ പുള്ളിക്കാരുടെ നാട്ടിലെ പൊങ്കൽ, മറ്റേ കഞ്ഞി വയ്ക്കുന്ന പരിപാടി പറഞ്ഞല്ലോ അത്, പിന്നെ നമ്മുടെ ക്രിസ്മസ്, ന്യൂ ഇയർ, ഈസ്റ്റർ, ഒരു പരിപാടി തുണിക്കടയിൽ കൊണ്ടുവന്നാൽ അതൊരു വലിയ ലാഭമാണ്. പിന്നെ ഓൾറെഡി ലാഭമാണല്ലോ ഇത് പ്രിവിലേജ്. മറ്റേ പുള്ളിക്കാരി പറഞ്ഞ പ്രിവിലേജൊക്കെ മാറ്റി വെച്ച് ഈ പുള്ളിക്കാരുടെ അണ്ടറിൽ പോയിട്ട് നിന്നാൽ അവർ നോക്കിക്കോളും. കഞ്ഞിയും പയറും തരും, കടന തുണിയോടെ വന്നാൽ കണ്ടതൊക്കെ ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആൻറ്റിമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോ കാണുന്നവരിൽ അങ്ങനെയുള്ള കുറച്ച് ആൻറ്റിമാരുണ്ടെങ്കിൽ, ചേച്ചിമാരുണ്ടെങ്കിൽ, കുരു പൊട്ടുന്നുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ബോക്സിൽ പൊട്ടിച്ചിട്ട് പോയിക്കും. ഞാൻ വീണ്ടും പറയാണ്, കുരു പൊട്ടുന്നവളുമാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണിത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, അമ്മ, പെങ്ങന്മാരെ, നിങ്ങളെ ആരെയും ഞാൻ ഇതിലേക്ക് വലിച്ചിഴക്കില്ല. വിത്ത് ഓൾ റെസ്പെക്റ്റ് എല്ലാ സ്ത്രീകളോടും, മാന്യമായി ജീവിക്കുന്ന സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരികളോടും, അമ്മമാരോടും വീണ്ടും വീഡിയോ എടുത്ത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഏട്ടന്മാർക്കും അനിയന്മാർക്കും വരും തലമുറയ്ക്കും അച്ഛനാങ്ങളമാർ, അതായത് നിങ്ങളുടെ കാങ്ങളമാർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ സംസാരിച്ചത്. അപ്പോൾ നമ്മളൊക്കെ അങ്ങ് കൊച്ചാക്കി വെച്ചിട്ട് ഇവളുമാരൊന്നും വലിയ മറ്റുള്ളവന്മാരായിട്ട് നടക്കേണ്ടെന്ന് എന്തിനാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വള്ളിക്കെട്ട് കേസുകളൊക്കെ ഇനിയും നമ്മുടെ കണ്ണിലൊക്കെ പെടും. വരുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടല്ലോ, ഇവിടെയൊക്കെ കാണുമല്ലോ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.